സാധാരണഗതി കോൺഗ്രസ് അങ്ങനെ ആരെയും പ്രൊജക്റ്റ് ചെയ്യാറില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇന്നതാവണം എന്നുള്ള അടിസ്ഥാനത്തിലല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പം അതിനിടെ നമുക്ക് സ്ഥാനം കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ അഹമ്മദാബാദ് സമ്മേളനം കഴിഞ്ഞ ശേഷം പല പുതിയ ചേഞ്ചസ് പോലെ ചില ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് കുറച്ചുകൂടെ ഉയരാൻ സാധ്യതയുണ്ട്. വിശാലമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വരാറുണ്ട്. പക്ഷേ സമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അത് ശരിക്കും അതൊരു രൂപരേഖയായിട്ട് മാറുന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രതീക്ഷ എന്താണ് ശരിക്കും? നമ്മളിപ്പോൾ ഈ 2025 എന്ന് പറഞ്ഞാൽ സംഘടനയെ വാർത്തെടുക്കുക. ഇപ്പോൾ വലിയ ഇലക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തെരഞ്ഞെടുപ്പില്ലാത്ത സമയമാണ്. അപ്പോൾ ഇപ്പോഴാണ് സംഘടനയെ കെട്ടിപ്പടുക്കുക. സംഘടന കൂടുതൽ ജില്ലാതലങ്ങളിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുക. അങ്ങനെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്കാണ് ഇപ്പം AICC സമ്മേളനം രൂപം കൊടുത്തത്. നല്ലൊരു കാര്യമാണ്. ഈ AICC ജില്ലയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു മാറ്റമെന്ന്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കും അതിൻ്റെ പ്രസിഡന്റുമാർക്കും കൂടുതൽ അധികാരം കൊടുക്കുക. പാർട്ടി ടിക്കറ്റ് അസംബ്ലി പാർലമെന്റ് കൊടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം തേടുക, അവരുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് വിളിപ്പിക്കുക. ആദ്യത്തെ സംഭവമാണ്. അപ്പം അധികാരം കൂടുതൽ താഴെ തലങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ കോൺഗ്രസ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗുജറാത്തിൽ തന്നെ അത് നടത്തുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ED കേസ് പറയുമ്പോൾ ED മറ്റൊരു കേസിൽ ഇടപെടുമ്പോൾ നമുക്ക് തോന്നുന്നത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും ED ഇടപെടുന്നതായിട്ട് തോന്നുന്നു. ഇല്ലെങ്കിൽ ആ സിനിമയിൽ അത്തരം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ പിന്നീട് സംഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസീസൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനായിട്ട് കോൺഗ്രസ് തന്നെ നിലപാട് എടുത്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ശരിക്കും ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗുജറാത്ത് കലാപമാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സെൻസർ ചെയ്യണം. അത് സ്വയം സെൻസറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു നമ്മുടെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സിനിമയോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ചോദിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ എന്താണ് ശരിക്കുള്ള? എബ്രാഹിം സിനിമ ഞാൻ കണ്ടു. ഈ കട്ട് ചെയ്തതിന് മുമ്പാണ് കാണുന്നത്. വാസ്തവത്തിൽ അത് വലിയ കട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു സിനിമയാണ്. തന്നെ ഒരു ഹോളിവുഡ് ടൈപ്പിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ലൂസിഫർ ഞാൻ കണ്ടതാണ്. ലൂസിഫറിൻ്റെ 2ാം ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് ഇതൊന്നും വെട്ടിക്കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേതോ ആവശ്യമില്ലാത്ത ഒരു കാര്യമായി പോയതാണ്. ഗുജറാത്ത് കലാപമൊക്കെ നടന്നതാണ്, ഗോദ്ര കലാപം നടന്നതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അത് ചരിത്ര സത്യങ്ങളെ അഭ്രപാളിയിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് പിന്നീട് എതിർക്കുകയും ചില ഭാഗങ്ങൾ വെട്ടിത്തിരുത്തുകയും ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുതന്നെയാണ് 52 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ചന്ദ്രശേഖരൻ്റെ സിനിമ വന്നപ്പോഴും കേരളത്തിൽ ആ സിനിമ കാണിക്കാതിരുന്നു. പലയിടത്തും അതിന് പ്രതിഷേധം ഉയർന്നു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അത് ആ സിനിമയിൽ ഇതൊക്കെ വെട്ടിമാറ്റി അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരിക്കലും ശരിയല്ല. അത് കഴിഞ്ഞാണ് ED അവരുടെയൊക്കെ അന്വേഷിക്കാൻ തീരുമാനം. അത് എൻ്റെ സമയം അതാണ് ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ശരിയായി ധരിക്കുന്നോ തെറ്റിദ്ധരിക്കുന്നോ ഏതായാലും ED CBI തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ എതിരാളികളെ, ഭരിക്കുന്ന പാർട്ടിയുടെ എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളെ എന്ന നേതാക്കളെ അതുപയോഗിച്ച് ഭയപ്പെടുത്തുകയും വരുതിക്കൊണ്ടുവരികയും ചെയ്യുന്ന നടപടി കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഈ സിനിമയുടെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ നിരന്തരമായി കാണുകയും അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സമയക്കുറവുണ്ടാവുമല്ലോ. അപ്പോഴും എങ്ങനെയാണ് വായനയെ കണ്ടിന്യൂ ചെയ്തത്? വായന ഞാൻ നിർബന്ധമായിട്ട് കണ്ടിന്യൂ. എല്ലാ നോവലുകളാണ് കൂടുതലും വായിക്കുന്നത്. അതിനൊരു പ്രത്യേക ടൈം കണ്ടെത്തി വെച്ചിട്ടുണ്ടോ? യാത്രക്കിടയിൽ മുഴുവൻ വായിക്കും, വൈകിട്ടും വായിക്കും. നോവലുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ലൊരു നോവലുണ്ട്, നമ്മുടെ അംബികാസുധൻ മങ്ങാടിൻ്റെ അലോഹലൻ. ഞാൻ വായിച്ച ഇപ്പോൾ അടുത്ത കാലത്ത് DC ഇറക്കിയൊരു പുസ്തകമാണ്. നോവലുകളിൽ ഏറ്റവും മനോഹരമായ ഒരു നോവലാണ്. എല്ലാവരും അത് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്ഡേറ്റഡ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് DCയുടെ ചർച്ചയിൽ പുസ്തക ചർച്ചയുണ്ട്. ഞാനും അംബികാസുധൻ മങ്ങാടുമായിട്ടാണ് ആ
പുസ്തകം ഇറങ്ങിയേ ഉള്ളൂ ആ ആ 2 ദിവസത്തിനുള്ളിൽ. കോഴിക്കോട് വെച്ച് അവരുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ആ അതെ. ആ ലിറ്റററി ഫെസ്റ്റിവലിൽ ഞങ്ങൾ തമ്മിലായിരുന്നു ആ ചർച്ച. അതിമനോഹരമായൊരു നോവലാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടുവാഴിയുടെ പേരാണ് അല്ലോഹലൻ. ഇവിടെ കേട്ടിട്ടൊന്നുമില്ല. ആ അല്ലോഹലൻ എന്ന് പറയുന്ന നാടുവാഴിയെ ചുറ്റിപ്പറ്റിയൊരു കഥയാണ്. അത് ഈ കാസർഗോഡിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അത് ജാതിക്കും മതത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് അതിൽ ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അല്ലോഹലിന് വലിയ പ്രസക്തിയുണ്ട്. നോവലുകൾ മുഴുവൻ ഞാൻ വായിക്കും, പുതുതായിട്ട് ഇറങ്ങുന്നത്. ഈ വേറൊരു നോവൽ ഇപ്പം ഇറങ്ങി, സിനിലാലിൻ്റെ ഇരു എന്ന് പറയുന്നത്. സിനിലാലൊരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ്, നെടുമങ്ങാട്. ഇരു 50 വർഷം മുമ്പുള്ള ഈ വയനാടിൻ്റെ ചരിത്രം വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നല്ല മനോഹരമായൊരു നോവലാണ്. എല്ലാ നോവലുകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. സിനിമകൾ ഒരുമിച്ചാണോ കാണുന്നത്? ചിലപ്പോഴൊക്കെ. പക്ഷെ ഈ സിനിമ ഞങ്ങൾ രണ്ടായിട്ടാണ് കണ്ടേ. ആണല്ലേ? ഒരേ അഭിപ്രായമാണോ ഉള്ളത് ഇതിലൊക്കെ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഏതൊക്കെയാ ഈ അടുത്ത കാലത്ത് കണ്ടതിലൊക്കെ? ഞങ്ങൾ ഈ അടുത്ത ദിവസം ഇത് കണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വേറെ പോയി, ഞാനും മക്കളും കൂടെ വേറെ പോയായിരുന്നു. ഏതിനാ പോയത്? എമ്പുരാൻ. ആ, എമ്പുരാന് പോയി. അതിനു മുമ്പ് ഇല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ? അതിനു മുമ്പ് ഞാനും മക്കളും കൂടെ കൂടുതൽ പോവാറ്. ചേട്ടനെ അധികം കിട്ടും. ഏത് ടൈപ്പ് ഓഫ് പടങ്ങളാണ്? അങ്ങനെയില്ല, നല്ലതാന്ന് പറഞ്ഞത് പൊതു അഭിപ്രായം കേൾക്കുമ്പോൾ. അതെ അതെ. ഇപ്പൊ ഈ ജിംഖാനയൊക്കെ കേട്ടായിരുന്നു, ആലപ്പുഴ പോയില്ല, പോകണമെന്ന് വിചാരിച്ചിരിക്കുക, പോകാൻ വേണ്ടിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഈ യങ്സ്റ്റേഴ്സ് ആഘോഷിക്കുന്ന കുറെ പടങ്ങളുണ്ട്, ഈ ആവേശം പോലെയുള്ള പടങ്ങളൊക്കെ. മക്കള് പറയൂല്ലോ നല്ലതാന്ന്, അപ്പൊ പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ പോവാം. പ്രേമലു, ആവേശം, അങ്ങനത്തെ പടങ്ങളൊക്കെ വരാറുണ്ട്. പ്രേമലു ഞാൻ കണ്ടു, ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ. അങ്ങനെയുള്ള പടങ്ങൾ അത് ഇഷ്ടമാണോ? യങ്സ്റ്റേഴ്സിന്റെ വൈബ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ടായിരുന്നല്ലോ, ബോയ്സ്, മഞ്ഞുമ്മൽ ബോയ്സ്. അത് നല്ല പടമായിരുന്നു. ആ, അപ്പൊ അത്തരത്തിൽ കേൾക്കുന്ന പടങ്ങൾ പോയി കാണും. ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് കണ്ടതാണ്. അതുപോലെ മറ്റൊരു പടം കണ്ടു, നമ്മുടെ കൃഷ്ണകാന്ത്. എനിക്ക് വലിയ ഫീൽ ചെയ്തൊരു പടം. ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്, ഒരു വെറൈറ്റി സിനിമയാണ്. എന്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കൂടെ ബാധിക്കും. അത് നമ്മളെ ആഴത്തിൽ ബാധിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയൂ, കൂടെ ഇരിക്കുന്നവരോടും സഹപ്രവർത്തകരോടും ഒക്കെ അഭിപ്രായം പറയൂ ഇത്തരത്തില് ചർച്ചകൾ? ചിലപ്പോൾ വന്നാൽ പറയൂ. അത്ര പുസ്തകം എഴുതിയ ചിലപ്പോൾ ഞാൻ എഴുതാറുണ്ട്, പുസ്തകത്തെ പറ്റി, കവിതകളെ പറ്റിയൊക്കെ എഴുതാറുണ്ട്. ഞാൻ നമ്മുടെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം നല്ലൊരു ഖണ്ഡകാവ്യമാണ്. അതേപ്പറ്റി ഞാൻ എഴുതിയിട്ട് കലാകൗമുദിയിലൊരു റൈറ്റപ്പ് എഴുതിയത് അതിനെപ്പറ്റി. ശ്യാമമാധവൻ കൃഷ്ണനെ പറ്റിയാണ്. കൃഷ്ണനെ വിമർശിച്ചുകൊണ്ടുമുണ്ട് അതിനകത്ത് നന്നായിട്ട്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട കഥാപാത്രം കൂടെയാണല്ലോ കൃഷ്ണൻ. കൃഷ്ണനെ പറ്റി അതിമനോഹരമാണ്. യുദ്ധത്തിൽ നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് പലപ്പോഴും താല്പര്യമില്ലാത്തൊരു കേസാണ്. ശ്യാമമാധവൻ പുള്ളി വേറൊരു രാഷ്ട്രീയമാണ്, എന്നാൽ പോലും അത് എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ കലാകൗമുദിയിൽ എഴുതുകയൊക്കെ ചെയ്തു. പുള്ളി ഇടതുപക്ഷത്തോടൊപ്പം അതെ, അത് നന്നായിട്ട് എഴുതുന്ന ആളാണ്. ഞങ്ങൾ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ സീനിയർ ആയിരുന്നു, പുള്ളി എൻ്റെ ജൂനിയർ ആയിരുന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. ഞങ്ങൾ ഒരേ കാലത്ത് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട്, സ്റ്റുഡൻസ് ഓൺലി ബസ് ഉണ്ടായിരുന്നു. ബേബി സഖാവായിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? ഒരുമിച്ച് പഠിച്ചു, സീനിയർ ആയിരുന്നു അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പുള്ളി രാജ്യസഭയിലും ഞാൻ ലോക്സഭയിലും. അടുത്ത സൗഹൃദമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ, ഇല്ലെങ്കിൽ വിജയിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒന്ന്, ഇവിടുത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. അപ്പം നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളുകൂടെ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ, ഇപ്പം മുൻപിരുന്ന സീതാറാം യെച്ചൂരി തന്നെ പല കാര്യങ്ങളും ഡീൽ ചെയ്തിരുന്ന ഒരു സൗഹൃദങ്ങൾ കൂടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും വേണം, അത്തരം ഒരു സൗഹൃദവും കൂടെ വേണം. അപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. സീതാറാം യെച്ചൂരിയായിട്ട് ഞാൻ വളരെ അടുപ്പമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം DYFയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പല അന്ന് ഡെലിഗേഷൻസ് പോകുമായിരുന്നു. ഞങ്ങളും അവരും ചേർന്നുള്ള സോവിയറ്റ് യൂണിയൻ്റെ ഇതിലൊക്കെയുള്ള ഡെലിഗേഷൻസ് പോകുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചൈനയിൽ പോയിട്ടുണ്ട്, റഷ്യയിൽ പോയിട്ടുണ്ട്. നല്ല ബന്ധമായിരുന്നു. അവസാനം വരെ ആ ബന്ധം തുടർന്നിരുന്നു.